ഹായ്, ഈ വീഡിയോയിൽ മൊഡ്യൂൾ 4 നിന്ന് ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4 രണ്ട് ടോപ്പിക്സ് ആണുള്ളത്, കോമ്പാക്ഷനും കൺസോൾട്ടേഷനും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. കൺസോൾട്ടേഷനിൽ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതൊക്കെയാണ്. മെയിൻലി കൺസോൾട്ടേഷനിൽ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒന്ന് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും പിന്നെ ടൈം ഫാക്ടർ വെച്ചിട്ടുള്ള പ്രോബ്ലംസും. സോ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഇക്വേഷൻ ഉണ്ട്. ഇത് അല്ലെങ്കിൽ ഇത്. ഇപ്പം ഇതിൽ ഏതാണോ ക്വസ്റ്റ്യനിൽ ആപ്റ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. പിന്നെ പെർമിയബിലിറ്റി ഡേറ്റ കൺസോൾട്ടേഷൻ ഡേറ്റ തന്നിട്ട് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ കെ ആണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. അതുപോലെ ടൈം ഫാക്ടർ ഉണ്ട്. സി വി ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ, ടി ടൈം ടേക്കൺ ആണ്, ഡി ഡ്രെയിനേജ് പാത്ത് ആണ്. ഈ ഡി ആണ് ഇപ്പോൾ സിംഗിൾ ഡ്രെയിനേജും ഡബിൾ ഡ്രെയിനേജും വരാമല്ലോ. സിംഗിൾ ഡ്രെയിനേജ് എന്ന് വെച്ചാൽ ഒരു സൈഡിലൂടെ മാത്രം വെള്ളം പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡി ടോട്ടൽ ഹൈറ്റ് തന്നെ എടുക്കുക. ഡബിൾ ഡ്രെയിനേജ് ആണെങ്കിൽ, അതായത് രണ്ട് സൈഡിലൂടെയും വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ബൈ 2 എടുക്കുക. അതുപോലെ ടി വി ടൈം ഫാക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. യു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ്. യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. യു ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ ഈ ഇക്വേഷനും യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് കൺസോൾട്ടേഷനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ്. കോമ്പാക്ഷനിൽ വളരെ കുറച്ച് ഇക്വേഷൻസേ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഗാമ ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു, വെർ ഡബ്ല്യു ഇസ് ദ വാട്ടർ കണ്ടന്റ്. ആൻഡ് 0.8 വോയിഡ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഗാമ ഡി തിയറിറ്റിക്കൽ മാക്സ് ആണ് 0 എയർ വോയിഡ് ലൈൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഇക്വേഷനിൽ എസ് ഇസ് ഈക്വൽ ടു 1 എന്നിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് 0 എയർ വോയിഡ് ലൈൻ കിട്ടും. സോ ഈ ഇക്വേഷൻസ് ആണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. The natural moisture content of a deposit is 40%. So water content, moisture content എന്ന് വെച്ചാൽ water content തന്നെ. Water content is 40%. The specific gravity of solid matter is 2.8. Capital G is equal to 2.8. The compression index CC is 0.36. If the clay deposit is 6.1 meter thick, drained on both sides, so clay deposit thickness is 6.1 ആണ്. So അതിന്റെ height എന്ന് പറയുന്നത് 6.1 ആണ്. And it is drained on both sides. Calculate the final consolidation settlement. ഇത് സെറ്റിൽമെന്റ്, കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. സോ ആദ്യം കാണിച്ച ആ 3 ഇക്വേഷനകത്ത് നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യണം. ഇതിനകത്ത് സി സി തന്നിട്ടുള്ളത് കൊണ്ട് സി സി ഉള്ള ഇക്വേഷൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് എച്ച് നോട്ട് ഉണ്ട്. എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദാറ്റ് ലെയർ ആണ്. സോ ഇവിടെ ക്ലേ ലെയർ തിക്നെസ് 6.1 meters ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എച്ച് നോട്ട് എന്ന് പറയുന്നത് 6.1 ആണ്. സി സി തന്നിട്ടുണ്ട് ഡയറക്ട്ലി. സോ അത് 0.36 ആണ്. സോ ഇവിടെ സി സിക്ക് 0.36 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഇ നോട്ട് ആണ്. ഇ നോട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. അത് ഡയറക്ട്ലി തന്നിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ എന്താ കുറച്ച് കാര്യങ്ങളൂടെ തന്നിട്ടുണ്ട്. ഒറിജിനൽ ഓവർബർഡൻ പ്രഷർ എന്ന് പറയുന്നത് 60 kN/m². ആണ്. ഒറിജിനൽ ഓവർബർഡൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അതിൽ എന്തോരം പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം സിഗ്മ നോട്ട്, ഈ ഇക്വേഷനകത്ത് സിഗ്മ നോട്ട് അല്ലെങ്കിൽ സിഗ്മ ബാർ നോട്ട് ആണ് ഒറിജിനൽ ഓവർബർഡൻ പ്രഷർ ആയ 60. അപ്പോൾ സിഗ്മ ബാർ നോട്ടിന് 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് ദ സെന്റർ ഓഫ് ക്ലേ ലെയർ ഇസ് 30 kN/m². ഈ ഇൻക്രീസ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഡെൽറ്റയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് 30 kN/m² ആണ്. എപ്പോഴും നമ്മൾ ഈ ലോഗിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിഗ്മ ബാർ എടുക്കേണ്ടത് ക്ലേ ലെയറിന്റെ നടുക്കാണ്, സെന്ററിലുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ശരിക്കും ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഒരു ക്ലേ ലെയർ ഉണ്ടെങ്കിൽ ക്ലേ ലെയറിന്റെ നടുക്ക് ഉള്ള ഇഫക്റ്റീവ് സ്ട്രെസ് വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ കേസിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സിഗ്മ ബാർ നോട്ടും
ഡെൽറ്റ സിഗ്മ ബാറും എല്ലാം തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആകെ അറിയില്ലാത്തത് ഇ നോട്ടാണ്. അപ്പോൾ ഇ നോട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ എസ് സി ഈക്വൽ ടു ജി ഡബ്ല്യു എന്ന് പറഞ്ഞ ഇക്വേഷനിൽ എസിന് 1 ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. സോ എസിന് 1 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇ നോട്ട് കിട്ടും. ഇ നോട്ട് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 1.12 ആണ്. ഇപ്പോൾ എല്ലാ വാല്യൂസും അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് സെറ്റിൽമെന്റ് കിട്ടും. സെറ്റിൽമെന്റ് മീറ്റേഴ്സിലാകുമ്പോൾ ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ സെന്റിമീറ്ററിലേക്കോ mmലേക്കോ കൺവേർട്ട് ചെയ്ത് തന്നെ എഴുതുക. അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം. The maximum dry density of a sample by light compaction test is 17.8 kilonewton per meter cube at an optimum water content of 15%. ഇത് കോമ്പാക്ഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കോമ്പാക്ഷൻ കർവ് ഒക്കെ വരച്ച് അതിലെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും കിട്ടി. അപ്പം MDD മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈക്വൽ ടു 17.8, OMC ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഈക്വൽ ടു 15 എന്നും തന്നിട്ടുണ്ട്. Find the percentage air voids and degree of saturation. G is equal to 2.67. G specific gravity 2.67 ആണെന്നും തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് എയർ വോയിഡ്സും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ഉള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് ഇതാ ഗാമ. ഇത് നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിച്ച ഇക്വേഷൻ ആണ്. ഗാമ ഡി ഡ്രൈ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1 മൈനസ് NA ഇൻറ്റു G ഗാമ W ബൈ 1 പ്ലസ് GW. അപ്പോൾ ഈ ഇക്വേഷനകത്ത് NA മാത്രമേ ഉള്ളൂ അൺനോൺ ആയിട്ടുള്ളത്, ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. ഗാമ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അറിയാം. അപ്പോൾ ആ ഡ്രൈ ഡെൻസിറ്റി 17.8 ഇട്ട് കൊടുക്കാം. പിന്നെ സ്മോൾ w വാട്ടർ കണ്ടന്റ് ആണ്, അത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഇതിന് MD റെസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോ ആ വാട്ടർ കണ്ടന്റ് 0.15 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 15% ആണെങ്കിലും നമ്മൾ ഡബ്ല്യൂന് സബ്സ്റ്റിറ്റ്യൂട്ട് സ്മോൾ ഡബ്ല്യൂന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഡെസിമൽ വേണം എഴുതാൻ. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എന്നയുടെ വാല്യൂ ഡെസിമലിൽ കിട്ടും, അത് പെർസെൻറ്റേജിലായിട്ട് എഴുതണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷനും നമ്മൾ ഗാമ ഡിയുടെ വേറൊരു ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, അതിൽ എസ് മാത്രമേ ഉള്ളൂ അൺനോൺ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എസിന്റെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ട് കഴിഞ്ഞു, പെർസെൻറ്റേജ് എയർ വോയിഡ്സും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ഓൺ സീറോ എയർ വോയിഡ് ലൈൻ അറ്റ് OMC ആണ്. സീറോ എയർ വോയിഡ് ലൈൻ എന്ന് കണ്ട, അല്ലെങ്കിൽ സീറോ എയർ വോയിഡ് ലൈൻ അല്ലെങ്കിൽ 100% സാച്ചുറേഷൻ എന്ന് പറഞ്ഞാലും സീറോ എയർ വോയിഡ് ലൈൻ ആണ്. അങ്ങനെ ഒരു ഫ്രേസ് കണ്ടാൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ എസ് ഇസ് ഈക്വൽ ടു 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഗാമ ഡി മാക്സ് തിയറിറ്റിക്കൽ ഇസ് ഈക്വൽ ടു, ആക്ച്വലി ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇതിൽ എസ് 1 ആവുമ്പോഴാണ് അത് ഗാമ ഡി മാക്സ് തിയറിറ്റിക്കൽ ആവുന്നത്. സോ ഇതിനകത്ത് എസ് ഇസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അതുപോലെ വാട്ടർ കണ്ടന്റ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? OMC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ഓൺ സീറോ എയർ വോയിഡ് ലൈൻ അറ്റ് OMC എന്നാ ചോദ്യം. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാട്ടർ കണ്ടന്റ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ആ വാല്യൂവും കിട്ടി, കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റിയും കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം. A clay stratum of 6 meter thick, compression index of 0.315 was located at a depth of 8 meters below ground surface. So you have the ground surface. അവിടുന്ന് 8 meters താഴെ ഒരു ക്ലേ ലെയർ ഉണ്ട്. ഓക്കെ, ഫിഗർ കാണാമല്ലോ. സോ ഇവിടെ 8 meters താഴെയാണ് നമ്മുടെ ക്ലേ ലെയർ വരുന്നത്. കൺസോൾട്ടേഷൻ എപ്പോഴും ക്ലേ ലെയറിലേ സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലേ ലെയർ ഉണ്ട്, കംപ്രഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ഈ ക്ലേ ലെയറിന്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 6 meter thick. സോ 8 meter താഴെ ക്ലേ ലെയർ ഉണ്ട്. ആ ക്ലേ ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 meters ആണ്. ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സർഫസ് ആൻഡ് ക്ലേ ലെയർ ദ സബ്സോയിൽ കൺസിസ്റ്റ് ഓഫ് സാൻഡ് വിത്ത് ആൻ ആവറേജ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് 10.5 kilonewton per meter cube. സോ ബിറ്റ്വീൻ ഗ്രൗണ്ട് സർഫസ് ആൻഡ് ക്ലേ ലെയറിന്റെയും ഗ്രൗണ്ട് സർഫസിന്റെയും ഇടയ്ക്ക് സാൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തരില്ല, നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആയിട്ട് ലെയേഴ്സ് എല്ലാം വരച്ചെടുക്കണം. സോ ഇവിടെ ക്ലേ ലെയറിന്റെയും ഗ്രൗണ്ട് സർഫസിന്റെ ഇടയ്ക്ക് സാൻഡ് ആണ്. ആ സാൻഡിന്റെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് 10.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് എബവ് വാട്ടർ ടേബിൾ ഈസ് 17 kilonewton per meter cube എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വാട്ടർ ടേബിൾ എവിടെയാണെന്ന് പറഞ്ഞില്ല. പക്ഷേ
സാൻഡ് എബവ് വാട്ടർ ടേബിളിന്റെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ക്ലേ തന്നിട്ടുണ്ട് 2.7 ആൻഡ് ദെൻ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഇസ് 45. അത് രണ്ടും ക്ലേയിന്റെ കാര്യങ്ങളാണ്, സ്പെസിഫിക് ഗ്രാവിറ്റിയും നാച്ചുറൽ വാട്ടർ കണ്ടന്റും. കാൽക്കുലേറ്റ് ദ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ക്ലേ ലെയർ due to an increase of pressure 40 kilonewton per meter square at mid height of clay layer. സോ ഇവിടെയും സെറ്റിൽമെന്റ്, കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് ആണ്. ക്ലേ ലെയറിന്റെ സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ അത് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് തന്നെയാണ്. സോ ഇവിടെയും സെറ്റിൽമെന്റ് ആണ്. മറ്റേ 3 ഇക്വേഷനകത്ത് നിന്ന് ആപ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്യണം. എന്നിട്ടാണ് അവർ പറയുന്നത് ഈ ഒരു ഇൻക്രീസ് ഓഫ് പ്രഷർ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇൻക്രീസ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഡെൽറ്റ സിഗ്മ ബാർ ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം ഡെൽറ്റ സിഗ്മ ബാർ ഇസ് ഈക്വൽ ടു 40 kilonewton per meter square. അത് മിഡ് ഹൈറ്റ് ഓഫ് ദ ക്ലേ ലെയർ ആണ്. ഇപ്പോഴാണ് വാട്ടർ ടേബിളിന്റെ കാര്യം ഇനിയാ പറയാൻ പോകുന്നത്. ദ വാട്ടർ ടേബിൾ ഇസ് ലൊക്കേറ്റഡ് അറ്റ് 4 meter ബിലോ ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 4 meter താഴെ ഇവിടെയാണ് വാട്ടർ ടേബിൾ ഉള്ളത്. സോ ഈ വാട്ടർ ടേബിളിന്റെ മുകളിലുള്ള സാൻഡ് സാച്ചുറേറ്റഡ് ആയിരിക്കില്ല, താഴെയുള്ളത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ താഴെ ഗാമ സാറ്റ് എടുക്കാം, മുകളിൽ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഗാമ ഡബ്ല്യു 9.81 എടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഗിവൺ ഡേറ്റ എല്ലാം എഴുതി. ക്ലേ ലെയറിന്റെ ഹൈറ്റ് ആണ് നമ്മൾ എച്ച് ആയിട്ട് എടുക്കുന്നത് 6 meters. സി കംപ്രഷൻ ഇൻഡെക്സ് ഡയറക്ട്ലി ഗിവൺ ആണ് 0.315. പിന്നെ സാൻഡിന്റെ വാട്ടർ ടേബിളിന്റെ താഴെയുള്ള സാൻഡിന് ഗാമ സബ്മേഴ്സ്ഡ് ആണ് തന്നിരിക്കുന്നത്. ദ സബ്സോയിൽ കൺസിസ്റ്റ് ഓഫ് സാൻഡ് വിത്ത് ആൻ ആവറേജ് സബ്മേഴ്സ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് 10.5. അപ്പൊ ഇവിടെ ഉള്ള സോയിൽ സബ്മേഴ്സ്ഡ് ആണ്. അപ്പൊ ഇവിടുത്തെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് 10.5 എന്നാണ് തന്നിരിക്കുന്നത്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് നൊട്ടേറ്റ് ചെയ്യുന്നത് ഗാമ ഡാഷ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചിരിക്കുന്നത് ഗാമ സാറ്റ് വെച്ചിട്ട് സിഗ്മ ബാർ, അതായത് ഇഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഗാമ ഡാഷ് തന്നാലും നമ്മൾ ഗാമ സാറ്റ് കണ്ടുപിടിക്കും. ഗാമ സാറ്റ് ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് പ്ലസ് ഗാമ ഡബ്ല്യു ആണ്. സോ ഇക്വേഷൻ വെച്ചിട്ട് 10.5 പ്ലസ് 9.81, ഗാമ ഡബ്ല്യു 9.81 ആണല്ലോ. സോ ഗാമ സാറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഗാമ സാറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലുള്ള സാൻഡിന്റെ ഗാമ വാല്യൂ ആണ്. പിന്നെ എബവ് വാട്ടർ ടേബിൾ എത്രയാണെന്ന് ഡയറക്ട്ലി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് എബവ് വാട്ടർ ടേബിൾ ഈസ് 17. സോ വാട്ടർ ടേബിളിന് മുകളിൽ ഇവിടെ 17, ഇവിടെ 20.31 ആണ് ഗാമ വാല്യൂ. ഇനി ക്ലേയിന്റെ ഗാമ വാല്യൂ നമുക്ക് അറിയില്ല, അതും കണ്ടുപിടിക്കണം. പിന്നെ ഇനി ക്ലേയിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ക്ലേയിന്റെ ജി വാല്യൂ തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. സോ ഇ നോട്ട് കണ്ടുപിടിക്കാൻ വാട്ട് ഈസ് ദ ഇനീഷ്യൽ വോയിഡ് റേഷ്യോ അത് കണ്ടുപിടിക്കാം. എസ് ഇസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു, ജിയും ഡബ്ല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.215 കിട്ടും. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഡബ്ല്യു 45% ആണെങ്കിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ് 0.45 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇ നോട്ടിന്റെ വാല്യൂ കിട്ടി. ഡെൽറ്റ സിഗ്മ ബാർ ക്വസ്റ്റനിൽ ഡയറക്ട്ലി നമുക്ക് ഇൻക്രീസ് ഇൻ പ്രഷർ തന്നിരിക്കുന്നത്. സോ ഇതാണ് ഡെൽറ്റ സിഗ്മ ബാർ. ഗാമ സാറ്റ് ഓഫ് ക്ലേ ആണ് ഇനി കണ്ടുപിടിക്കുന്നത്. ഗാമ സാറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് അതിനകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വാല്യൂസ് എല്ലാം. ജി അറിയാം, ഇ ഇവിടെ കണ്ടുപിടിച്ചു, ഗാമ ഡബ്ല്യു അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗാമ സാറ്റ് ഇപ്പൊ ഇവിടുത്തെയും ഗാമ സാറ്റ് കിട്ടി. അപ്പം ഈ ലെയറിന്റെ കിട്ടി, ഈ ലെയറിന്റെ കിട്ടി, ഈ ലെയറിന്റെയും കിട്ടി. ഇനി നമുക്ക് എ ഇവിടെ എ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? എയുടെ പ്രത്യേകത എന്താ? അത് മിഡ് പോയിന്റ് ഓഫ് ക്ലേ ലെയർ ആണ്. അവിടുത്തെ സിഗ്മ ബാർ വാല്യൂ ആണ് നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ എ എന്ന് മാർക്ക് ചെയ്തു. ആ എയിലുള്ള ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും ഇഫക്റ്റീവ് സ്ട്രെസ്സും ഞാൻ എഴുതുന്നു. സോ ടോട്ടൽ സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ മുകളിലേക്ക് എടുത്താൽ മതി. സോ ഇവിടുന്ന് ഇവിടം വരെ 3 ഉള്ളൂ. 3 ഇൻറ്റു ക്ലേയിന്റെ ഗാമ സാറ്റ് പ്ലസ് ഇത് 4 ആണ്. 4 ഇൻറ്റു ഗാമ സാറ്റ് ഓഫ് സാൻഡ് പ്ലസ് 4 ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് ഇൻ ദിസ് റീജിയൻ. അത് 17 ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി സിഗ്മ കണ്ടുപിടിക്കുന്നു. സിഗ്മ എന്ന് വെച്ചാൽ ടോട്ടൽ സ്ട്രെസ്. ഇത് നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചത് കേട്ടോ. സിഗ്മയും യുയും സിഗ്മ ബാറും ഒക്കെ എഴുതാൻ വേണ്ടി അതിന്റെ വേരിയേഷൻ ഒക്കെ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പല ലെയർ എടുത്ത് വേരിയേഷൻ പ്ലോട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. സോ സിഗ്മ ഡൗട്ട് ഇല്ലല്ലോ. ഇനി യു ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗാമ സാറ്റും ഗാമയും വെച്ച് എഴുതുന്ന സാധനമാണ്. യു എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു വെച്ച് എഴുതുന്ന സാധനമാണ്. അത് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണ്. സോ എ ലെവൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ളൂ വാട്ടർ. സോ ഈ ഹൈറ്റ് ഇൻറ്റു
ഗാമ ഡബ്ല്യു ആണ് ചെയ്യേണ്ടത്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3+4 ആണ്. സോ 3+4 × 9.81 ചെയ്യുമ്പോൾ യു കിട്ടും. ഇനി സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു ആണ്. ജസ്റ്റ് സിഗ്മ മൈനസ് യു ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് സിഗ്മ ബാർ കിട്ടും. ഈ സിഗ്മ ബാർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ദ ഇനീഷ്യൽ ഇഫക്റ്റീവ് സ്ട്രെസ്. ആ ഇൻക്രീസ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യൽ ആയതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാ വാല്യൂസുമായി ഈ ഇക്വേഷനിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. H0 6 ആണ് ഇനീഷ്യൽ ഹൈറ്റ്. സി ക്വസ്റ്റിന് ഗിവൺ ആയിരുന്നു. ഈ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. സിഗ്മ ബാർ നോട്ട് ഇവിടുന്ന് കിട്ടും. ഡെൽറ്റ സിഗ്മ ബാറും ക്വസ്റ്റിൽ തന്നിരുന്നു. അങ്ങനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സെറ്റിൽമെന്റ് കിട്ടും. ഇവിടെ മീറ്റേഴ്സിലാകുമ്പോൾ ചെറിയ വാല്യൂ ആയിരിക്കും. അതിലെ സെന്റിമീറ്ററിലേക്കോ MM-ലേക്കോ എഴുതി കൺവേർട്ട് ചെയ്ത് എഴുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതുപോലത്തെ പല ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ജൂൺ 2023 ചോദിച്ചത്, a clay deposit suffers a total settlement of 5 cm with one-way drainage. With two-way drainage, the total settlement will be. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതാനാണ്. കറക്റ്റ് ആൻസർ 5 cm തന്നെയാണ്. കാരണം ഡ്രെയിനേജ് കണ്ടീഷൻ മാറിയാലും ടോട്ടൽ സെറ്റിൽമെന്റിന് വ്യത്യാസം വരുന്നില്ല. സോ 5 cm തന്നെയാണ് അതിൻ്റെയും ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലം കോമ്പാക്ഷൻ കർവ് വരയ്ക്കാനുള്ള പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫോളോയിങ് ആർ ദ റിസൾട്ട് ഓഫ് കോമ്പാക്ഷൻ ടെസ്റ്റ്. ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് വെയിറ്റ് ഓഫ് മോൾഡ് പ്ലസ് വെറ്റ് സോയിൽ, വെയിറ്റ് ന്യൂട്ടണിൽ തന്നിട്ടുണ്ട്. ഇത് ന്യൂട്ടണിലാണ്. അതിന്റെ കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കാൻ ഉള്ള ചോദിച്ചിരിക്കുന്നത്, ദ വോളിയം ഓഫ് ദ മോൾഡ് ഇസ് 1000 cm3. ദ വെയിറ്റ് ഓഫ് ദ മോൾഡ് ഇസ് 10 Newton. Specific gravity is 2.7. Determine first one MDD and OMC from compaction curve. അപ്പോൾ compaction curve വരച്ച് MDD and OMC നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ പ്ലോട്ട് 0 air void line. പിന്നെ determine the degree of saturation at maximum dry density obtained. ഇത്രയാണ് ചെയ്യാനുള്ളത്. സോ ആദ്യമേ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വേണം, നമുക്കറിയാം കോമ്പാക്ഷൻ കർവിൽ എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടന്റും വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റി ആണ്. വാട്ടർ കണ്ടന്റ് എല്ലാ ക്വസ്റ്റ്യനിലും ഡയറക്ട്ലി തരും. പക്ഷെ ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കണം എന്നല്ല തന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഡ്രൈ ഡെൻസിറ്റി അല്ല തന്നിരിക്കുന്നത്, വെയിറ്റ് ഓഫ് ദ മോൾഡ് പ്ലസ് വെറ്റ് സോയിൽ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ 0 air void line വരയ്ക്കാൻ മറ്റേ തിയറിറ്റിക്കൽ ഡെൻസിറ്റി ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഒരു ടേബിൾ ഫോം ചെയ്തിട്ട് ആദ്യം തന്നിരിക്കുന്ന വാട്ടർ കണ്ടന്റ് എഴുതി, പിന്നെ വെയിറ്റ് ഓഫ് മോൾഡ് പ്ലസ് വെറ്റ് സോയിൽ അതും തന്നിരിക്കുന്നതാണ്, അതും എഴുതി. വെയിറ്റ് ഓഫ് മോൾഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 ആണ്. അപ്പം വെറ്റ് സോയിലിന്റെ മാത്രം വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, വെയിറ്റ് ഓഫ് സോയിൽ എലോൺ. അപ്പൊ വെയിറ്റ് ഓഫ് മോൾഡ് പ്ലസ് വെറ്റ് സോയിൽ നിന്ന് വെയിറ്റ് ഓഫ് മോൾഡ് കുറച്ചു, എല്ലാത്തിനകത്തു നിന്നും 10 Newton കുറച്ചിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ഓഫ് സോയിൽ കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് വെയിറ്റ് ആണ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറ്റ് വെയിറ്റ് ബൈ വോളിയം ആണ്. സോ ഇവിടെ വെയിറ്റ് ഉണ്ട് ബൈ വോളിയം ഓഫ് ദ മോൾഡ്. വോളിയം ഓഫ് ദ മോൾഡ് എത്രയാണ് തന്നിരിക്കുന്നത്, 1000 cm3 ആണ്. സോ ന്യൂട്ടൺ, ഇത് ന്യൂട്ടണിലാണ്, ഇത് cm3 ആണ്. പക്ഷെ അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ യൂണിറ്റ് വെയിറ്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗാമ കിട്ടി. ഗാമ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഡ്രൈ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പാക്ഷൻ കർവ് വരയ്ക്കാം. സോ ഡ്രൈ ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. ഗാമ ഡി ഈക്വൽ ടു ഗാമ ഇവിടെ കിട്ടി, ഇവിടെയാണ് ഗാമ, ഗാമ ബൈ 1 പ്ലസ് W. സ്മോൾ w എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ്. അവിടെയും വാട്ടർ കണ്ടന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 ആണെങ്കിൽ 0.1 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ സ്മോൾ w-ന്. അങ്ങനെ ഡ്രൈ ഡെൻസിറ്റിയും കിട്ടി. ഡ്രൈ ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും വെച്ചിട്ട് നമുക്ക് ഈ കോമ്പാക്ഷൻ കർവ് പ്ലോട്ട് ചെയ്യാം. ഈ കർവിന്റെ മാക്സിമം വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റി ആണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ് മാക്സിമം വാട്ടർ കണ്ടന്റ്. അത് രണ്ടും ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ എക്സൽ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഗ്രാഫ് പേപ്പർ ചോദിച്ച് അതിൽ വരയ്ക്കുക. ഇപ്പൊ മാക്സിമം കിട്ടിയിരിക്കുന്നത് 18.9 ആണ്, MDD കിട്ടിയിരിക്കുന്നത്, OMC കിട്ടിയിരിക്കുന്നത് 13.4% ആണ്. ഇനി അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, MDD കിട്ടി, OMC കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട് പ്ലോട്ട് ദ 0 air void line എന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇതിനകത്ത് S=1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഗാമ ഡി കണ്ടുപിടിക്കണം. അതും ഗാമ ഡി തന്നെയാണ് കണ്ടുപിടിക്കുന്നത്, പക്ഷേ S=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഈ ഇക്വേഷനിൽ S=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം.
അപ്പോൾ ഫോർ ZAV എന്ന് പറഞ്ഞാൽ സീറോ എയർ വോയിഡ് ലൈൻ തിയറിറ്റിക്കൽ ഡ്രൈ ഡെൻസിറ്റി ഇതും ഡ്രൈ ഡെൻസിറ്റി തന്നെയാണ് പ്ലോട്ട് ചെയ്തു. എന്നിട്ട് ഈ കോളവും ഈ വാട്ടർ കണ്ടന്റും കൂടെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും, സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെയാണ് സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും ഇതുമായിട്ട് ടച്ച് ചെയ്യില്ല കേട്ടോ. കോമ്പാക്ഷൻ കർവും ഇതുമായിട്ട് ടച്ച് ചെയ്യില്ല. സോ സീറോ എയർ വോയിഡ് ലൈനും വരച്ചു. സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അറ്റ് ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 18.9 ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ മാത്രമാണ് ചോദ്യം. അതിനും ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അത് അടുത്ത സ്ലൈഡിലുണ്ട്. ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നു. ഇതിൽ ഗാമ ഡി മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇട്ട് കൊടുക്കുന്നു, സ്മോൾ w വാട്ടർ കണ്ടന്റ് OMC തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എസ് മാത്രമാണ് അൺനോൺ, എസ് കിട്ടുന്നു 90.1%. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്? അടുത്ത പ്രോബ്ലം. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു കൺസ്ട്രക്ട് എ ബിൽഡിംഗ് അറ്റ് എ സൈറ്റ് വെയർ 2 meter thick stratum of normally consolidated clay lies below 3.5 meter thick sand stratum. So ആദ്യം ഒരു 3.5 meter thick ആയിട്ടുള്ള സാൻഡ് സ്ട്രാറ്റം ഉണ്ട്. സോ ഇത് സാൻഡ്, അതിൻ്റെ അടിയിലാണ് 2 meter thick normally consolidated clay ഉള്ളത്. സോ clay, അതിൻ്റെ മുകളിൽ സാൻഡ്. The depth of foundation of raft supporting the building is 1.2 meters. So ഈ ഫൗണ്ടേഷൻ ഈ ഒരു ബിൽഡിംഗ് പണിയാൻ പോവാണല്ലോ, അപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ വരുന്നത് 1.2 meter ബിലോ ദ ഗ്രൗണ്ട് സർഫസ് ആണ്. ഇവിടെയാണ്, അത് ഞാൻ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. The water table lies at the ground level. ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് വാട്ടർ ടേബിൾ. അപ്പൊ ഇതിന് അടിയിലും ഇത് ഫുള്ളും വെള്ളമുണ്ട്, ഇവിടെ ഫുൾ വാട്ടർ ഉണ്ട്. പിന്നെ the saturated unit weight of sand is 17.85. So sand in the gamma sat എന്ന് പറയുന്നത് given ആണ്. The stress increment at the middle of the clay stratum due to the construction of proposed building is estimated to be 16.6 kPa. So പുതിയ ബിൽഡിംഗ് വരുന്നത് കാരണം ഈ ക്ലേ ലെയറിന്റെ മിഡ് പോയിന്റിൽ സ്ട്രെസ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇൻക്രീസ് 16.6 കിലോ പാസ്കൽ ആണെന്നാണ് പറയുന്നത്. So delta increase അല്ലേ, അപ്പൊ ഡെൽറ്റ സിഗ്മ is equal to 16.6 kPa. kPa തന്നെയാണ് കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. സോ ഡെൽറ്റ സിഗ്മ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ ക്ലേ ലെയറിന്റെ ഹൈറ്റ് 2 മീറ്റർ ആണ്, അതുകൊണ്ട് H is equal to 2 മീറ്റർ എന്നും എഴുതി വെച്ചു. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലേ തന്നിട്ടുണ്ട്. LL എന്ന് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റ് 41 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി G is equal to 2.73 ആൻഡ് സ്മോൾ w is വാട്ടർ കണ്ടന്റ് is equal to 35%. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി എസ്റ്റിമേറ്റ് ദ പ്രോബബിൾ കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ്. നേരത്തെ ചെയ്ത പോലത്തെ പ്രോബ്ലം തന്നെയാണ്. സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ ആ 3 ഇക്വേഷനകത്തുനിന്ന് ഏതാണോ ആപ്റ്റ് അത് ചൂസ് ചെയ്യാം. നമുക്ക് ആ CC തന്നിട്ടില്ല, പക്ഷെ CC കണ്ടുപിടിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ ആ CC ഉള്ള ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ ക്ലേ ലെയറിന്റെ ഗാമ സാറ്റ് തന്നിട്ടില്ല. ഗാമ സാറ്റിന്റെ ഇക്വേഷനിൽ E ഉണ്ട്. അപ്പൊ E ആദ്യം കണ്ടുപിടിക്കാം ക്ലേ ലെയറിന്റെ. അതിൽ S1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ഈ വാല്യൂ 0.96 കിട്ടുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആയതുകൊണ്ടാട്ടോ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാത്തെ. സോ ഈ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുന്നു ക്ലേ ലെയറിന്റെ. ഇതാണ് ഇനീഷ്യൽ വോയിഡ് റേഷ്യോ E. അപ്പൊ ഈ നോട്ടിനും നമ്മൾ 0.96 തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഗാമ സാറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ക്ലേ ലെയറിന്റെ ഗാമ സാറ്റും കിട്ടി 18.83. അപ്പൊ ക്ലേ ലെയറിന്റെ ഈ നമ്മൾ ഇഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുമ്പം ക്ലേ ലെയറിന്റെ മിഡിലാണല്ലോ നമ്മൾ ഇഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ക്ലേ ലെയറിന്റെ ഗാമ സാറ്റ് എന്ന് പറഞ്ഞാൽ 18.83 ആണ്. അതിന്റെ മുകളിലുള്ള സാൻഡിന്റെ ഗാമ സാറ്റ് എന്ന് പറഞ്ഞാൽ 17.85 ആണ്. അത്രയും മനസ്സിലായി. ഇനി നമുക്ക് AA-യിലുള്ള സിഗ്മ ബാർ കണ്ടുപിടിക്കാം. സിഗ്മ ബാർ കണ്ടുപിടിക്കുന്നത് മൊഡ്യൂൾ 3-ൽ നമ്മൾ ചെയ്ത പോലെ ആദ്യം സിഗ്മ എഴുതുന്നു, പിന്നെ U എഴുതുന്നു, പിന്നെ സിഗ്മ ബാർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ സിഗ്മ എഴുതുമ്പം ഈ AA എന്ന് പറഞ്ഞ ലെവലിന്റെ മുകളിലേക്കുള്ള സോയിൽ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇവിടെ വാട്ടർ ടേബിൾ മുകളിലായതുകൊണ്ട് ഇത് മുഴുവൻ സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ ഇവിടത്തെയും എല്ലാം ഗാമ സാറ്റ് ആണ് എടുക്കേണ്ടത്. സോ ക്ലേ ലെയറിന്റെ തിക്നെസ് അപ്പം 1 മീറ്ററേ ഉള്ളൂ. മിഡ് പോയിന്റ് അല്ലേ, ടോട്ടൽ തിക്നെസ് ആണ് 2. അപ്പൊ മിഡ് പോയിന്റ് നിന്ന് മുകളിൽ വരെ എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ. സോ 1 into 18.83 കഴിഞ്ഞ സ്ലൈഡിൽ കിട്ടിയ വാല്യൂ പ്ലസ് 3.5 into 17.85 അങ്ങനെ സിഗ്മ കിട്ടുന്നു. ഇനി U എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ വെയിറ്റ് ആണ്. സോ ഇവിടുന്ന് ഇവിടം വരെയും വാട്ടർ. സോ ടോട്ടൽ ഹൈറ്റ് ഇസ് 3.5 plus 1.
3.5 plus 1 into gamma W, that is 9.81. ചെയ്യുമ്പോൾ U കിട്ടുന്നു. സിഗ്മ ബാർ is equal to സിഗ്മ മൈനസ് U ചെയ്ത് കിട്ടുന്നു. സിഗ്മ ബാർ കിട്ടി. ഈ സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പുള്ള വാല്യൂ ആണല്ലോ. സോ ഇതാണ് ഇനീഷ്യൽ സിഗ്മ നോട്ട്, അതായത് സിഗ്മ ബാർ നോട്ട് എന്ന് പറയുന്നത് ഈ വാല്യൂ തന്നെയാണ്. ഇനി സി സി കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അൺഡിസ്റ്റർബ്ഡ് സോയിൽ ആണെങ്കിൽ സി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സി സി ഈസ് ഈക്വൽ ടു 0.009 ഇൻറ്റു LL മൈനസ് 10. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സോയിലിന് വേറെ ഇക്വേഷൻ ആണ്, അത് നോക്കി പഠിച്ചോണം. സോ സി സി വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഡെൽറ്റ എച്ച് സെറ്റിൽമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. സി സി എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ക്ലേ ലെയർ ആണ്, ക്ലേയിലെ കൺസോളിഡേഷൻ സംഭവിക്കുന്നത്. സോ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ക്ലേ ലെയർ ആണ് എടുക്കേണ്ടത്. സോ 2 ആണ് എച്ച്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മീറ്റേഴ്സിൽ കിട്ടുന്നു, സെന്റിമീറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലം സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിന്റെ പ്രോബ്ലം ആണ്, കോമ്പാക്ഷന്റെ പ്രോബ്ലം ആണ്. സോ ഇതിനകത്ത് റിസൾട്ട്സ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. വാട്ടർ കണ്ടന്റ് ഇസ് ഗിവൺ ആൻഡ് ബൾക്ക് ഡെൻസിറ്റി, ഇവിടെ ഡെൻസിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഈസ് ഗിവൺ. Draw the compaction curve and determine the optimum moisture content and corresponding dry density and bulk densities. Plot the 90% saturation line. ഈ സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുന്നത് 100% സാച്ചുറേഷൻ ലൈൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ എസിന് 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ആ ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനിൽ എസിന് 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഈ 90% സാച്ചുറേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എസിന് 0.9 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗാമ ഡി ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്നാണ്. വേർ ഇ ഇസ് ജി ഡബ്ല്യു ബൈ എസ്. ഇവിടെ എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1 അല്ല 0.9 ആണ് ഫോർ 90% സാച്ചുറേഷൻ ലൈൻ. 100% സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുന്നതാണ് സീറോ എയർ വേർഡ് ലൈൻ. അതിന് 1 ആണ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ജി വാല്യൂ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് വാട്ടർ അതും തന്നിട്ടുണ്ട്. അപ്പോൾ 14 മാർക്സിന്റെ പ്രോബ്ലം ആണ്. ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി തന്നിട്ട് ബൾക്ക് ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് കുറച്ച് ചെയ്താൽ മതി. ആദ്യം വാട്ടർ കണ്ടന്റ് എഴുതി, ബൾക്ക് ഡെൻസിറ്റി തന്നിരിക്കുന്ന പോലെ തന്നെ എഴുതി. ഇനി ഡ്രൈ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഡ്രൈ ഡെൻസിറ്റിയും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് കർവ് വരയ്ക്കാം, കോമ്പാക്ഷൻ കർവ് വരയ്ക്കാം. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഡ്രൈ ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും കൂടെ പ്ലോട്ട് ചെയ്യുക. വാട്ടർ കണ്ടന്റ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് ഡ്രൈ ഡെൻസിറ്റി ഓൺ വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പിലുള്ള കോമ്പാക്ഷൻ കർവ് കിട്ടും. അത് നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചിട്ടുള്ള ഉണ്ട്. പിന്നെ പ്ലോട്ട് ദ 90% സാച്ചുറേഷൻ ലൈൻ. 90% സാച്ചുറേഷൻ ലൈനിനാണ് പ്ലോട്ട് ചെയ്യാനാണ് ഈ വാല്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഗാമ ഡി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിനകത്ത് ഇക്ക് WG/S ഇട്ടു, എസിന് 0.9 ഇട്ടു, 90% ആയതുകൊണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ലൈനും കൂടെ കിട്ടും. അത് അടുത്ത സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കോമ്പാക്ഷൻ കർവ്, ഇതാണ് 90% എയർ വോയിഡ് ലൈൻ. ഓക്കെ, 90% സാച്ചുറേഷൻ ലൈൻ. അങ്ങനെ ഇത് രണ്ടും വരയ്ക്കുന്നു. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് സീറോ എയർ വോയിഡ് ലൈൻ വരയ്ക്കാൻ, അതായത് 100% സാച്ചുറേഷൻ ലൈൻ വരയ്ക്കാനാണ്. ആ ലൈൻ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതൊരിക്കലും കോമ്പാക്ഷൻ കർവിൽ ടച്ച് ചെയ്യില്ല എന്ന്. പക്ഷെ 90% വരയ്ക്കുമ്പോൾ കോമ്പാക്ഷൻ കർവിൽ വേണമെങ്കിൽ ടച്ച് ചെയ്യാം, അതിന് പ്രശ്നമില്ല. സോ ഇതിൽ എഴുതിയിരിക്കുന്ന ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ കോമ്പാക്ഷൻ കർവ് പ്ലോട്ട് ചെയ്തു. OMC 18.5ഉം ഡ്രൈ ഡെൻസിറ്റി 1.73 gram per cc-മാണ് കിട്ടിയിരിക്കുന്നത്. ഇത് gram per cc-യിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തില്ല. ക്വസ്റ്റ്യനിൽ gram per cc ആണ് തന്നിരുന്നത്, അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തില്ല. അത് അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, സോ ഇനി ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൾക്ക് ഡെൻസിറ്റി ഗാമ ഇസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു, അതും നമുക്ക് കിട്ടി. ഇതിൽ ഗാമ ഡബ്ല്യു നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നോ അത് 1 ആയിട്ട് എടുക്കണം. കാരണം ഗാമയ്ക്ക് നമ്മൾ gram per cc ആണ് യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് 1 ആണ്. ഗാമയ്ക്ക് കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എടുക്കുമ്പോഴാണ് ഗാമ ഡബ്ല്യു 9.81 ഇടേണ്ടത്. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 90% സാച്ചുറേഷൻ ലൈൻ വരച്ചു.
ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. അടുത്തത്, in a soil profile, top layer consists of sand up to 1.5 meter depth. So top layer 1.5 meter depth sand ആണ്, and is underlain by 3 meter thick normally consolidated clay. So this layer is underlain by clay. So താഴെ clay, അതിന്റെ thickness 3 meter ആണ്. Water table is at 1 meter below ground level. So അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 meter below ground level dotted lines water table മാർക്ക് ചെയ്തിട്ടുണ്ട്. Density of sand is 18 kilonewton per meter cube above the water table and 19 below the water table. So sand തന്നെയാണ് ഇവിടെ. So ഈ water table മുകളിൽ 18 ആണ് ഗാമ വാല്യൂ, അതിന്റെ താഴെ 19 ആണ് സാൻഡിന്റെ. The natural water content and specific gravity of clay are 30 and 2.7. So അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ലേയുടെ small w is equal to 30%, G is equal to 2.7%. The liquid limit of clay is 65%. Liquid limit is equal to 65%. Estimate the probable settlement of clay layer if the pressure at mid height of the clay layer increases by 50 kPa. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഗിവൺ ഡേറ്റ എഴുതി, ഇൻക്രീസ് ഇൻ പ്രഷർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഡെൽറ്റ സിഗ്മയാണ്. ഡെൽറ്റ സിഗ്മ 50 kPa ആണ്. kPa കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. പിന്നെ ക്ലേ ലെയറിന് ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂ ആണ് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ. ഇത് തന്നെയാണ് നമ്മൾ ഇക്വേഷനിലേക്കും എഴുതാൻ പോകുന്നത്. പിന്നെ ഗാമാസാറ്റ് തന്നിട്ടില്ല ക്ലേ ലെയറിന്, അത് ഗാമാസാറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്ലേ ലെയറിന്റെ മിഡ് ലെയറിലാണ് ഞാൻ സിഗ്മയും യുവും സിഗ്മ ബാറും എഴുതുന്നത്. അത് ഇവിടെ ഞാൻ ആ മിഡ് ലെയർ വരച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ടോട്ടൽ ഹൈറ്റ് ഓഫ് ക്ലേ ലെയർ ഈസ് 3. അപ്പം മിഡ് ലെയർ എന്ന് വെച്ചാൽ 1.5 ക്ലേ ലെയറിന്റെ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1.5 into 19.02 19.02 ഗാമാസാറ്റ് ഓഫ് ക്ലേ ആണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു 0.5 മീറ്റർ സാൻഡ് ലെയർ ഉണ്ട്, 1 മീറ്റർ സാൻഡ് ലെയർ ഉണ്ട്. 0.5 മീറ്റർ സാൻഡ് ലെയറിന്റെ ഗാമാസാറ്റ് 19 ആണ്. 1 മീറ്റർ സാൻഡ് ലെയറിന്റെ ഡെൻസിറ്റി 18 ആണ്. സോ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ കിട്ടുന്നു, ടോട്ടൽ സ്ട്രെസ് കിട്ടുന്നു. ഇനി വാട്ടർ പ്രഷർ യു എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ടേബിൾ ഇവിടം വരെയുള്ളൂ. സോ ഈ ക്ലേ ലെയറിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈ വാട്ടർ ടേബിൾ വരെയുള്ള ഹൈറ്റ് എടുത്താൽ മതി. സോ 1.5 പ്ലസ് 0.5 1.5 പ്ലസ് 0.5 ഇൻറ്റു ഗാമ ഡബ്ല്യു, ദാറ്റ് ഇസ് 9.81. അങ്ങനെ യു കിട്ടി. ഇനി സിഗ്മ ബാർ ഇഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു ചെയ്ത് അത് കിട്ടി. ഇതാണ് നിങ്ങളുടെ ഇനീഷ്യൽ സിഗ്മ ബാർ വാല്യൂ, സിഗ്മ ബാർ നോട്ട്. അത് ഇവിടേക്കാണ് പോകേണ്ടത്. ഇനി സി സിയുടെ ഇക്വേഷൻ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെ സി സി കണ്ടുപിടിച്ചു. എന്നിട്ട് കിട്ടിയ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് കിട്ടും. ഓക്കെ, സിമിലർ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ കോമ്പാക്ഷന്റെ പ്രോബ്ലം ആണ്. ഇൻ എ സ്റ്റാൻഡേർഡ് Proctor test, 1.8 kg of moist soil was filling the mold after compaction. So mold in the volume കൊടുത്തിട്ടുണ്ട്. The soil sample weighing 23 gram was taken from the mold and oven dried for 24 hours at a temperature of 110 degree. Oven dry ചെയ്യുന്നുണ്ട്. So അത് water content കണ്ടുപിടിക്കാനാണ്. The weight of dry sample was found to be 20 gram. 20 gram dry weight തന്നിട്ടുണ്ട്. So ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ വാട്ടറിന്റെ വെയിറ്റ് കിട്ടും. വാട്ടറിന്റെ വെയിറ്റ് ബൈ dry weight ആണ് water content. Specific gravity of soil solid is 2.7. What is theoretical maximum value of dry unit weight of soil at that water content എന്നാണ് question. So ഇപ്പോൾ ഒരു water content കിട്ടും. ആ water contentൽ theoretical maximum value of dry density എത്രയാണെന്നാണ് question. So theoretical maximum dry density നമുക്കറിയാം, dry densityയുടെ ഇക്വേഷനകത്ത് എസിന് 1 എന്ന് ഇട്ട് കൊടുത്താലാണ് ആ സംഭവം കിട്ടുന്നത്. സോ ഇവിടെ ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡിയുടെ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് എസിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ജി വാല്യൂ ഗിവൺ ആണ്, ഗാമ ഡബ്ല്യു നമുക്കറിയാം. ഈ സ്മോൾ ഡബ്ല്യു മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. സ്മോൾ ഡബ്ല്യു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 23 ആണ് വെറ്റ് വെയിറ്റ്, 20 ആണ് ഡ്രൈ വെയിറ്റ്. സോ വാട്ടർ കണ്ടന്റ് ഇൻ ദ ഓഫ് ദ സോയിൽ ഇൻ ദ മോൾഡ് സ്മോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 23 by 20 23 minus 20 23 minus 20 ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടും ബൈ ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് വാട്ടർ കണ്ടന്റ് കിട്ടുന്നത്. വാട്ടർ കണ്ടന്റ് കിട്ടി. ഈ വാട്ടർ കണ്ടന്റ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം തിയറിറ്റിക്കൽ ഡ്രൈ ഡെൻസിറ്റി കിട്ടും. പിന്നെ ഇവിടെ അഡീഷണലി ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിലും
ആക്ച്വൽ ഡ്രൈ ഡെൻസിറ്റിയും ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം തിയററ്റിക്കൽ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ ഡ്രൈ ഡെൻസിറ്റിയെക്കാളും കൂടുതലായിരിക്കണം. അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ആക്ച്വൽ ഡ്രൈ ഡെൻസിറ്റിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗാമ കണ്ടുപിടിച്ചു. കാരണം തന്നിട്ടുണ്ടല്ലോ, വെയിറ്റ് ഓഫ് സോയിലും വോളിയം ഓഫ് മോൾഡും തന്നിട്ടുണ്ട്. സോ വെയിറ്റ് ബൈ വോളിയം ചെയ്യുമ്പോഴത്തേനും നമുക്ക് kg/cm³ കിട്ടും. അതിനെ kN/m³ ആക്കാൻ വേണ്ടി ഇൻറ്റു 9.81 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഗാമ കണ്ടുപിടിച്ചു. ഗാമേനെ ബേസ് ചെയ്ത് ഗാമ ഡി, ആക്ച്വൽ ഗാമ ഡി കണ്ടുപിടിച്ചു. തിയറിറ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലാണല്ലോ എന്നൊന്ന് വെരിഫൈ ചെയ്തു. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ TV വെച്ചിട്ടുള്ള കൺസോൾട്ടേഷന്റെ പ്രോബ്ലം ഇല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. നിങ്ങളുടെ സ്കീമിൽ ഈ ഒരു പ്രാവശ്യം മാത്രമേ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മാത്രമേ TV വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ TV വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അഡീഷണലി ഒരു പ്രോബ്ലം കൂടി ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഫോർ എ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ specimen drained on both sides, the following data are given. And sigma naught is given, sigma naught plus delta sigma is given, E naught is given, present E is also given. Thickness of clay specimen is 25.4 mm. Time for 50% consolidation is 2 minutes. Determine the hydraulic conductivity of clay for the loading range. How long in days will it take for a 2 meter clay layer in field drained on one side to reach 60% consolidation? അപ്പോൾ ഇതിനകത്ത് രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലാബിൽ നടക്കുന്ന ഒരു കൺസോൾട്ടേഷനും അതേ സോയിൽ ഫീൽഡിൽ കൊണ്ടുപോയി നടക്കുന്ന വേറൊരു കൺസോൾട്ടേഷനും. അപ്പം ഇങ്ങനെ രണ്ട് കൺസോൾട്ടേഷൻ വരുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെയിം സോയിലാണ്, അതുകൊണ്ട് രണ്ടിടത്തെയും CV വാല്യൂ, കോഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ വാല്യൂ സെയിം ആയിരിക്കും. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ഗിവൺ ഡേറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാബിലെ ഡേറ്റ തിക്നെസ് ഓഫ് ക്ലേ ലെയർ 25.4 ആണ്. ഡബിൾ ഡ്രെയിനേജ് ആണ്, അതുകൊണ്ട് ഡ്രെയിനേജ് പാത്ത് ഇത് by 2 ആയിരിക്കും. സോ ഡബിൾ ഡ്രെയിനേജ് ആണ്. ഡ്രെയിനേജ് ലെങ്ത് അല്ലെങ്കിൽ ഡ്രെയിനേജ് പാത്ത് ഇസിക്കൽ ടു h/2 12.7 mm. ടൈം ഫോർ 50% കൺസിഡറേഷൻ 2 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ T50 സ്മോൾ T50 ഇസിക്കൽ ടു 2 മിനിറ്റ്, അതായത് 120 seconds. ഇനി ഫീൽഡിൽ ഡേറ്റ പറഞ്ഞിരിക്കുന്നത് 2 മീറ്റർ ക്ലേ ലെയർ ആണ്. H ഇസിക്കൽ ടു 2 മീറ്റർ, drained on one side ആണ്. അതുകൊണ്ട് ഡ്രെയിനേജ് പാത്ത് സ്മോൾ d will be H itself. H 2 മീറ്റർ തന്നെയാണ്, അതായത് 200 mm. 60% കൺസോൾട്ടേഷൻ എത്താൻ എത്ര ടൈം എടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ K = CV mv ഗാമ W ആണ്. അപ്പൊ ഇതിനകത്ത് CV നമുക്ക് ഡേറ്റ അവൈലബിൾ ആണ്, അത് വെച്ച് CV കണ്ടുപിടിക്കാം. MV കണ്ടുപിടിക്കാൻ കുറച്ച് ഡേറ്റ അവൈലബിൾ ആണ്, അത് വെച്ച് MV കണ്ടുപിടിക്കാൻ. ഗാമ W നമുക്കറിയാം. സോ ആദ്യം നമുക്ക് MV കണ്ടുപിടിക്കാം. MV കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഡേറ്റയാണ് ഈ സിഗ്മ നോട്ടും സിഗ്മ നോട്ട് പ്ലസ് ഡെൽറ്റ സിഗ്മയും ഇ നോട്ടും ഇയും ഒക്കെ. അപ്പൊ ആദ്യം ഡെൽറ്റ ഇ കണ്ടുപിടിക്കാം. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ 1.1 മൈനസ് 0.9 ആണ്, ദാറ്റ് ഈസ് 0.2. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഡെൽറ്റ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ന്യൂട്ടൺ പെർ mm² കൺവേർട്ട് ചെയ്തപ്പോൾ 30 × 10⁻³ വന്നു. ഇനി MV ആണ് കണ്ടുപിടിക്കേണ്ടത്. MVയുടെ ഇക്വേഷൻ AV/1 + E0 ആണ്. AV എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ സിഗ്മയാണ്. സോ AVക്ക് പകരം ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബൈ 1 + E0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E0 is given. സോ MV കിട്ടി. ഇനി നമുക്ക് വേണ്ടത് CV ആണ്. CV കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ TVയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. TV = CVT/d². ഇതിനകത്ത് TV നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ യുനെ ബേസ് ചെയ്തിട്ടാണല്ലോ TVയുടെ ഇക്വേഷൻ ഇരിക്കുന്നത്. സോ U < 60% ആണെങ്കിൽ TV = π/4 × U² എന്നാണ് ഇക്വേഷൻ. സോ അതിന് പ്രകാരം T50 കണ്ടുപിടിക്കുന്നു. എന്നിട്ട് T50 ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. T വാല്യൂ നമുക്കറിയാം, T50 120 seconds ആണ്. D വാല്യൂം നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 12.7 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് CV വാല്യൂ കിട്ടി. അപ്പൊ ഈ CV വാല്യൂം ഈ MV വാല്യൂം ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഗാമ W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെ K കിട്ടുന്നു. ഇത് ഒരു സ്റ്റെപ്പ്. അങ്ങനെ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി കിട്ടി. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60% കൺസോൾട്ടേഷൻ ആവാൻ ഫീൽഡിൽ എത്ര സമയം എടുക്കുന്നതാണ്.
സോ അവിടെ ടി വി 60%-ന് ടി വി വാല്യൂ, പുതിയ ടി വി വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇതേ ഇക്വേഷൻ യൂസ് ചെയ്ത് സ്മോൾ ടി കണ്ടുപിടിക്കുന്നു. അപ്പൊ സ്മോൾ T60 is equal to 50.35 days എന്ന് കിട്ടുന്നു. ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇപ്പൊ ഇതുപോലത്തെ വേറൊരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് നിർത്താം. ഈ പ്രോബ്ലം ഡിസംബർ 2019, അതായത് പഴയ സ്കീം ജിയോടെക്കിന് ചോദിച്ച പ്രോബ്ലം ആണ്. An undisturbed sample of clay 20 mm thick consolidated 50% in 25 minutes in lab when drainage allowed at top and bottom. So ലാബിൽ 50% consolidation obtain ചെയ്ത് 25 മിനിറ്റ്സിലാണ്. തിക്നെസ് 20 mm ആയിരുന്നു, ഡബിൾ ഡ്രെയിനേജ് ആയിരുന്നു. The same clay having thickness 5 meters exists in field with sandy layer on top and bottom of clay. Sandy layer on top and bottom of clay എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ സാൻഡ് ആണെങ്കിൽ വെള്ളം പോകാൻ അനുവദിക്കും. സോ മുകളിലൂടെയും താഴെയും വെള്ളം പോകും. Find the time required to consolidate 50% and 90% in field എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാബിലെ സി വി തന്നെയായിരിക്കും ഫീൽഡിലെ സി വി. അപ്പൊ ആദ്യം ലാബിലെ ഡേറ്റ വെച്ച് സി വി കണ്ടുപിടിച്ചിട്ട് ആ സി വി വാല്യൂ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതാണ് ഈ ക്വസ്റ്റിന് ചെയ്യുന്നത്. സോ സാമ്പിൾ തിക്നെസ്, ലാബിൽ സാമ്പിൾ തിക്നെസ് H 20 mm ആണ്. യു ഡിഗ്രി ഓഫ് കൺസോലേഷൻ 50%-ന് T50 is equal to 25 ആണ്. ഡബിൾ ഡ്രെയിനേജ് ആയതുകൊണ്ട് D is equal to H/2 ആണ്, അതായത് 10 mm. T50 ടൈം ഫാക്ടർ T50 is equal to ഈ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സി വി കിട്ടുന്നു. ഈ സി വി തന്നെയാണ് ഫീൽഡിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫീൽഡിൽ സെയിം സി വി എടുത്തെഴുതുന്നു. സോയിൽ തിക്നെസ് 5 മീറ്റർ ആണ്, അതായത് 5000 mm ആണ്. ഇവിടെയും ഡബിൾ ഡ്രെയിനേജ് ആയതുകൊണ്ട് by 2 ചെയ്ത് കണ്ടുപിടിക്കുന്നു. T50 ഇവിടെ കിട്ടിയ T50 തന്നെ നമുക്ക് ഇങ്ങോട്ടും എടുക്കാം. കാരണം T50 എന്ന് പറയുന്നത് യുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സോ അത് മാറത്തില്ല. അങ്ങനെ 0.196 എടുക്കുന്നു. അത് 50% കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി. ഇവിടെ 90% ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് T90 ടൈം ഫാക്ടർ ഫോർ T90 കണ്ടുപിടിക്കണം. അതിന് നമ്മൾ മറ്റേ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ 90 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 60 ആണ്. അപ്പം വേറെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്ത് T90 കണ്ടുപിടിക്കുന്നു. അപ്പൊ T50 T90 കിട്ടി. ഇനി ജസ്റ്റ് ടൈം മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ 2 പ്രാവശ്യം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. T50 കണ്ടുപിടിക്കാൻ നേരത്തെ T50 ഇവിടെ ഇടുന്നു. ഈ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും, സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ടൈം റിക്വയർഡ് ആണ്, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ ആണ്. ടൈം ഫാക്ടറിന് യൂണിറ്റ് ഇല്ല, പക്ഷെ സ്മോൾ ടിക്ക് ടൈമിന്റെ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ 50% കൺസോൾട്ടേഷൻ ആവാൻ ഇത്രയും ഡേയ്സ് വേണമെന്ന് മനസ്സിലായി. 90% കൺസോൾട്ടേഷൻ ഇവിടെ T90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെ. അങ്ങനെ T90ക്ക് വേണ്ട ഡേയ്സും കണ്ടുപിടിക്കുന്നു. ഇത്രയാണ് മൊഡ്യൂൾ 4 നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.